വോട്ടെടുപ്പിന് മുൻപേ 3 വാർഡ് മെമ്പർമാരെയാണ് കണ്ണൂർ മലപ്പട്ടം പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന് കിട്ടിയത്. 2ഇടത്ത് എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ 12ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതാണ് LDFന് ഗുണമായത്. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും CPM അധികാരത്തിലെത്തുകയാണെന്ന കോൺഗ്രസിന്റെ ആരോപണത്തോടും മലപ്പട്ടം പഞ്ചായത്തിലെ LDF പ്രവർത്തകർ പ്രതികരിച്ചു. ബാലറ്റ് റൈഡ് കണ്ണൂരിലെ മലപ്പട്ടത്തെത്തുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര കണ്ണൂർ ജില്ലയിൽ തുടരുകയാണ്. മലപ്പട്ടത്താണ്. മലപ്പട്ടം എന്ന് പറയുമ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു സ്ഥലമാണ്. വോട്ടെടുപ്പിന് മുൻപ് 3 സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിച്ച ഒരു സ്ഥലമാണ്. വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മലപ്പട്ടം ഇപ്പോൾ. അപ്പോൾ മലപ്പട്ടത്ത് ഞങ്ങളെ കാത്ത് ഇവിടുത്തെ പാർട്ടിയുടെ സഖാക്കളുണ്ട്, നേതാക്കളുണ്ട്. വോട്ടെടുപ്പിന് മുൻപേ 3 വാർഡ് മെമ്പർമാർ ലഭിച്ചു. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് മത്സരമുണ്ട്. എന്നാൽ പോലും എങ്ങനെയാണ് മലപ്പട്ടം ഇത്തവണ ഉറച്ചു തന്നെ നിൽക്കുകയാണ്? തീർച്ചയായും മലപ്പട്ടം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നാടാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം മലപ്പട്ടത്തുണ്ടായത് നാടുവാഴിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും പൊരുതിയ ഒരു പാരമ്പര്യമുള്ള നാടാണ്. നിരവധിയായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ നാടിനുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് മലപ്പട്ടത്തെ പാർട്ടി ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും മലപ്പട്ടത്ത് കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അപ്രസക്തമാണ്. കാരണം ഒരു ഘട്ടത്തിലും നാടിനൊപ്പം ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച ഒരു പാരമ്പര്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എക്കാലത്തും CPMനോടൊപ്പം നിൽക്കുന്ന ഒരു നാടാണ്. തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ മലപ്പട്ടം പഞ്ചായത്തിൽ 13 വാർഡിലും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം 4ഉം 5ഉം 6ഉം സ്ഥാനങ്ങളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെല്ലാം പുതുമുഖങ്ങളാണ്. അപ്പൊ പുതുമുഖങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ ഉത്തരവാദിത്വമുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ നല്ല നിലയിൽ നടത്തുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ആശാവർക്കറും കൂടി ആയതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നല്ലോണം ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നല്ല സപ്പോർട്ടാണ്. സംസ്ഥാന തലത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ സാധാരണ താഴെത്തട്ടിൽ വോട്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. 3ാമതും ഇടതുപക്ഷം വരണം എന്നുകൊണ്ട് ഒരു ചരിത്രം ആവർത്തിക്കാൻ വേണ്ടി പോയി കമ്മിറ്റി സെക്രട്ടറി പുരുഷോത്തമൻ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ വാർഡിലുള്ള ഈ പഞ്ചായത്തുള്ള മുഴുവൻ വാർഡുകളിലും ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പുതുതലമുറയിലെ വോട്ടർമാരെ ക്യാപ്ചർ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്തിട്ടുള്ളത്? നവമാധ്യമങ്ങളുമായി നല്ല സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ യുവാക്കളുടെ സ്ക്വാഡ്, യുവതികളുടെ സ്ക്വാഡ് വലിയ രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിരുന്നുണ്ട്. യുവാക്കളുടെ മനസ്സും LDFനൊപ്പമാണ്. തീർച്ചയായിട്ടും അവർ LDFനൊപ്പം തന്നെ. നമ്മുടെ യാത്ര തുടരും. അടുത്ത സ്ഥലത്ത് കാണാം.